നമ്മുടെ വിദ്യാർത്ഥികൾ കിതാബുകൾ നോക്കുമ്പോൾ ഏത് കിതാബ്, ആരെ കിതാബ്, എപ്പോഴെഴുതിയത്, അതിൻ്റെ സനദെന്ത്, അതിനുള്ള വിഷയങ്ങളെന്ത്, അതിനെപ്പറ്റി മുൻഗാമികളെന്തോ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ആലോചിക്കാതെ കിതാബിലുള്ള ഇബാറത്തൊക്കെ കാണുമ്പോൾ അതങ്ങനെ തന്നെ എടുത്ത് കട്ടാക്കി ഉടനെ വാട്സപ്പിലിട്ട് സുബ്ഹാനല്ലാഹ് വലിയ വിവരം കിട്ടിപ്പോയി എന്ന് വിചാരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ചെറിയൊരു ഇത് പറയാണ്. മഹാനായ ഇമാം ഉമർ ഇബ്നു മുഹമ്മദ് അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹിജറ 562 ജനിച്ച് 645 വഫാത്തായ വലിയ മഹാനവറുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിനനുൽ കുബ്രയിൽ പറയാൻ കുറേ കിതാബുകളെ പറ്റി ഇങ്ങനെ പറയുന്നത് കൂട്ടത്തിൽ ഫി കലാം ഇബ്നു മസീറത്തിൽ ഹംബലി മദ്ഹബിൽപ്പെട്ട ഇബ്നു മസീറയുടെ ഗ്രന്ഥങ്ങളിൽ ചില സ്ഥലങ്ങൾ അദ്ദേഹത്തിന് മറുപടി എഴുതി പല പണ്ഡിതന്മാരും കിതാബ് എഴുതിയിട്ടുണ്ട്. മുഅ്തസിലികളുടെ ആശയം കലർന്നതാണ് ഈ പറഞ്ഞ മുൻദിർ ബിൻ സഈദ് അൽ ബലൂത്തിയുടെ കിതാബ്. അത് നോക്കുമ്പോൾ നോക്കുന്നത് ശ്രദ്ധിക്കണം. ഇബ്നു ബറജാന്റെ തഫ്സീറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇബ്നു ബറജാന്റെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. സമഖ്ശരിന്റെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലത് കുഫ്ർ തന്നെയാണ് അതിലുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് വിട്ട് അദ്ദേഹം ഒരു മാനസിക രോഗിയായി പോയ പണ്ഡിതനാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. وكذلك يحذر من مطالعة كلام إبراهيم النظام وابن الراوندي ومعمر بن المثنى ومن مطالعة قصيدة عبد الكريم الجيلي التي رويها المضمومة ومن جملتها قطعت الورى من نفس ذاتك قطعة وما أنت مقطوع ولا أنت قاطع. عبد الكريم الجيلي യുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനിത് പറഞ്ഞു വരുന്നത് ബിരുദത്തിന്റെ പേരും പറഞ്ഞ് ചിലപ്പോൾ തലപ്പാവും ധരിച്ച് നീളക്കുപ്പായവും ധരിച്ച് ഏതെങ്കിലും കിതാബിൽ ചില കഷ്ണങ്ങൾ കാണുമ്പോൾ ആ കഷ്ണം വലിയ ഇൽമാണ് എന്ന് മനസ്സിലാക്കി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് റയീസുൽ ഉലമക്ക് വേണ്ട പോലെ മനസ്സിലായിട്ടില്ല, സുൽത്താനുൽ ഉലമക്ക് മനസ്സിലായിട്ടില്ല, അതേപോലെയുള്ള ഒരുപാട് ആലിമീങ്ങളുണ്ട്, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല, മനസ്സിലായത് എനിക്കാണ് എന്ന് എന്തെങ്കിലും പൊടിക്കഷ്ണം കിട്ടുമ്പോൾ മഹാന്മാര് പറഞ്ഞില്ലേ, കിണ്ണത്തിന് മുട്ടിയ വലിയ ശബ്ദമാണ്, പൊന്നിന് മുട്ടിയ ശബ്ദം ഉണ്ടാവില്ല. ഈ ശബ്ദം ഉണ്ടാവുമല്ലോ, വലിയ ശബ്ദം. ഈ ശബ്ദം കിണ്ണത്തിന് മുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ്, സ്വർണത്തിന് മുട്ടിയ അത്ര ശബ്ദം ഉണ്ടാവില്ല. അപ്പൊ ആലിമീങ്ങൾ വിവരമുള്ളവർ അവരാണ് മതം പറയേണ്ടത്, അവരാണ് തസൗഫ് പറയേണ്ടത്, അവരാണ് കിതാബ് പറയേണ്ടത്. ഈ ഒരു ബോധം നമ്മുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർക്ക് വേണം. നിങ്ങൾ നന്നായി കിതാബ് നോക്കണം എന്ന് പറയുന്നവരാണ് ഞങ്ങളൊക്കെ. പക്ഷേ കിതാബ് നോക്കുമ്പോഴും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞ ഉസ്താദുമാരോട് ചോദിക്കണം, ഉസ്താദുമാരോട് വിശദീകരണം ചോദിക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് പറയാൻ പാടില്ല. ഉസ്താദുമാരോട് ചോദിച്ചിട്ട് അവർക്കാണ് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഈ വിഷയത്തിൽ ഒരുപാട് ഇബാറത്തുകൾ പറയാനുണ്ട്. ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു വളരെ വിശദമായി ഈ കാര്യം തയ്യിദുൽ ഹഖീഖത്തുൽ അലിയ്യ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഒരാൾ വന്നിട്ടുണ്ട് ഫിർഔന് മൂമിനാണ് എന്ന്. ഫിർഔന് മൂമിനാണ്, ഏതോ ഒരു തസൗഫിന്റെ കിതാബ് നോക്കിയതാണ്. ആ കിതാബിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം അയാൾ വിചാരിച്ച പോലെ ഫിർഔൻ മൂമിനാണ് എന്നല്ല. അതിന്റെ അർത്ഥം ഫിർഔന് വെള്ളത്തിൽ മുങ്ങുമ്പോഴേ അയാൾക്ക് കുറച്ച് കാര്യം മനസ്സിലായിട്ടുള്ളൂ അല്ലേ, അതുകൊണ്ട് അയാൾ മൂമിനൊന്നും ആവൂല. ആ സമയം ഈമാൻ സ്വീകരിക്കപ്പെടുന്ന സമയമല്ല. പക്ഷെ അതുപോലെ ശരീരത്തെ നന്നായി അധ്വാനിപ്പിക്കുമ്പോഴേ ശരീരം വഴിപ്പെട്ട് കിട്ടുള്ളൂ എന്നാണ്. ആ ഫിറൗൻ മൂമിനാണ് എന്ന് ഏതോ തരീഖത്തിൽപ്പെട്ട മഹാന്മാര് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാതെ ഫിറൗ മൂമിനാണ് എന്നല്ല പറഞ്ഞതിന്റെ മാന. ഇമാം സൂത്തി അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, പക്ഷെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ചിലർക്കൊരു തോന്നലാണ് എന്നെ കാണാൻ വിവരമുള്ള വേറെ ആരുമില്ല, വേറുള്ളവർക്ക്. അതിനാണ് കിബിർ എന്ന് പറയുന്നത്, അതാണ് തഹ്ഖീർ എന്ന് പറയുന്നത്. അൽ കിബ്റു ബത്റുൽ ഹഖി വഗമത്തുൻ നാസ്. അങ്ങനത്തെ അഹങ്കാരികളായി പോകാതെ കിതാബുകൾ നന്നായി മനസ്സിലാക്കി ഉസ്താദുമാർ പഠിപ്പിച്ചതിൽ നിന്ന് ഒരു അണു അളവ് തെറ്റാതെ. ഒന്നുകൂടി ഞാൻ പറയാണ്,